ആ സമയത്ത് പിടിക്കുകയും ഷോക്ക് ഉണ്ടായെന്നാണ് പറയുന്നത്. ഇന്നലെ അദ്ദേഹം മഴ സമയത്ത് കന്നാലിയാണോ അതുകൊണ്ട് കൊണ്ടുവന്ന് കെട്ടാൻ തുടങ്ങുന്ന സമയത്താണ് ഇങ്ങോട്ട് വന്നു ഈ തൂണെ പിടിച്ചെന്നാണ് പറയുന്നത്. ആ ഇടിമിന്നൽ സമയത്ത് ആ സമയത്ത് പിടിക്കുകയും ഷോക്ക് ഉണ്ടായെന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഉടനെ തന്നെ ഇവിടെ കമന്ന് വീണു. ഇവിടെ അടുത്തുള്ള ശശിയും മുരളിയും എന്ന് പറഞ്ഞ 2 ചേട്ടന്മാർ വന്നു. അവരെ കൂട്ടിക്കൊണ്ട് അവരോടെ വന്നു. അതിന് പുള്ളിയുടെ ഭാര്യയുണ്ടായിരുന്നു. പുള്ളി ഇദ്ദേഹത്തെ പിടിക്കുകയും ചെയ്തപ്പോൾ പുള്ളിക്കും ഷോക്കേറ്റ് പുള്ളി ഉടനെ തന്നെ മാറുകയും ചെയ്തു. പിന്നെ അതിൻ്റെ കുറേ സമയം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചിട്ടതും മറിച്ചതൊക്കെ എന്ന് പറയുന്നു. പുള്ളി കൃഷിക്കാരനാണ്. അദ്ദേഹം പിന്നെ അതുപോലെ തന്നെ പശു വളർത്തലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പശുവിനെ വളർത്തി പിന്നെ തീറ്റയൊക്കെ എടുത്തുകൊണ്ട് പുള്ളിയുടെ വൈഫും കൂടെ ഈ കണ്ടത്തെ കൃഷിയും കഴിഞ്ഞാൽ അത് നേരിട്ട് കയറിപ്പോയി പശുവിനെ അഴിച്ച് മാറ്റാൻ കയറിപ്പോയതാണ്. ആ സമയത്താണ് പുള്ളിയുടെ സഹോദരിയുടെ ഒരു പഴയ വീടുണ്ടായിരുന്നത്. സഹോദരി മരിക്കുകയും ചെയ്ത് ആ വീട് വെറുതെ കിടക്കുവാണ്. ആ പിന്നെ ചെന്ന സ്ഥലത്താണ് അവിടെ ചെല്ലുകയും പുള്ളി പശുവിനെ അഴിച്ച് മാറ്റാൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഈ പിന്നെ ഒരു ഷെഡാണ് അവിടെ. അപ്പോൾ ഒരു ടിൻ ഷീറ്റ് ഇട്ട് കമ്പിയൊക്കെ ഇട്ട് പിന്നെ ചെയ്തൊരു വീടാണത്. അപ്പോൾ ആ കമ്പി കയറി പിടിച്ച സമയത്താണ് പുള്ളി എർത്തടിച്ച് വീണെന്നാണ് ഞങ്ങളെല്ലാം വീട് അറിഞ്ഞിരിക്കുന്നത്. ഞങ്ങളറിഞ്ഞത് അങ്ങനെയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇവിടെ നമ്മൾ കൊണ്ടുപോയ പിടി പിന്നെ കറണ്ട് അടിച്ച് നോക്കിയതിൽ നമ്മളിവിടുന്ന് ആംബുലൻസ് നമ്മൾ ആശുപത്രി കൊണ്ടുപോയത്. കഴിഞ്ഞ ദിവസം ഒരു 3 മണിയോടുകൂടിയാണ് നല്ല ശക്തമായ മഴയായിരുന്നു. അതിനോടൊപ്പം ഇടിയുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ക്ഷീരകർഷകനാണ്. പുള്ളി നാട്ടിലെ ഒരു പ്രധാന കർഷകനും കൂടിയാണ്. അപ്പോൾ പുള്ളീൻ്റെ പശുവിനെ മഴ നനയാതെ അഴിച്ച് കെട്ടാൻ പോയപ്പോൾ മഴ പെയ്തപ്പം ആർപ്പാർപ്പില്ലാത്തൊരു വീടിൻ്റെ മുറ്റത്ത് മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിശക്തമായ ഇടി വെട്ടുകയും അതിലൂടെ ഇടിമിന്നലേറ്റ് പുള്ളി മരണപ്പെടുകയാണ് സംഭവിച്ചത്. അല്ല, ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഇടിമിന്നലേറ്റാന്നുള്ള സംശയം ഉണ്ടോ? അല്ല, ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കറണ്ട് പാസ് ചെയ്യുന്ന ഒരു ലൈനിൽ പുള്ളി ടച്ച് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് പുള്ളിയുടെ ബോഡി എടുക്കാൻ പറ്റിയില്ല. നമ്മൾ KSB അറിയിച്ച് KSBക്കാർ വന്ന് ഏകദേശം 3/4 മണിക്കൂറിന് ശേഷമാണ് നമുക്ക് ആ ബോഡി അവിടുന്ന് എടുക്കാൻ പറ്റിയത്. അപ്പോഴത്തേക്കും ആൾ മരിച്ചിരുന്നു. ഇപ്പോൾ പോലീസ് സർജൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് അദ്ദേഹം ഇൻഡയറക്റ്റായിട്ട് നമ്മളോട് സൂചിപ്പിച്ചു ഇടിമിന്നലേറ്റാണ് മരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ആ ബോഡി കിടന്ന സ്ഥലത്തും പ്രദേശത്തൊക്കെ വൈദ്യുതി പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ KSBയുടെ വിജിലൻസ് സംഘം ഇവിടെ ഇന്നലെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പോലീസുകാരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് നടന്നത്. മരണവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതൊരു വളരെ അതിദാരുണമായ ഒരു സംഭവമാണ് നമുക്കിതിനെ കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഷോക്കേറ്റ് മരിച്ച നിലയിലാണ് കാണപ്പെട്ടത്. രണ്ടായിരുന്ന ശരി തന്നെ നമ്മുടെ ഈ പ്രകൃതിയിൽ വന്ന വ്യത്യാസം, കാലാവസ്ഥയിൽ വന്ന വ്യതിയാനം മൂലം ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തുലാവർഷവും അതുപോലെ ഇടവപ്പാതിയൊക്കെ കാലം തെറ്റി പെയ്യുന്നു എന്നതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പ്രകൃതിയിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പിന്നീട് ഈ പാവപ്പെട്ട അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പം അങ്ങനൊരു സംഭവം യഥാർത്ഥത്തിൽ ഉണ്ടായത് ആ സമയത്താരും കാണാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. എന്നാലും ഈ പ്രദേശം ഒറ്റപ്പെട്ട സ്ഥലവുമായതിനാൽ ഈ വൈകുന്നേരങ്ങളിൽ സ്വാഭാവികമായിട്ടും അതിലേക്കൂടെ യാത്രക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റാത്തൊരു അന്തരീക്ഷം കൂടിയായിരുന്നു. അപ്പോൾ എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് എന്നാണ് നമുക്കതിനെ കാണാൻ കഴിയുന്നത്.